JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കണക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്ക് കണക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം a യൂണിറ്റ് ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം a യൂണിറ്റ് ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? ഓപ്ഷൻ എ 12a, ഓപ്ഷൻ ബി 6a², ഓപ്ഷൻ സി a³ ഓപ്ഷൻ ഡി 2a. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്തെ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 6a², 6a² ആണ് ശരി ഉത്തരം. അതെങ്ങനെയാ കിട്ടിയത്? ഒരു ക്യൂബിന് എത്ര മുഖങ്ങളുണ്ട്? ഒരു ക്യൂബിന് 6 മുഖങ്ങളുണ്ട് അല്ലേ? ഒരു ക്യൂബിന് 6 മുഖമുണ്ടെങ്കിൽ ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം a ആണെന്ന് കൊടുത്താൽ അപ്പോൾ ആ ഒരു മുഖത്തിന്റെ വിസ്തീർണം എത്ര വരും? a² ആണല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം അപ്പൊ എത്ര വരും? മൊത്തത്തിൽ വരുമ്പോൾ എത്ര വരും? 6a². അങ്ങനെയാണ്. ക്യൂബിന് 6 മുഖമുണ്ട്. അപ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഉപരിതല വിസ്തീർണം വരുമ്പോൾ എത്ര വരും? 6a², 6a². അങ്ങനെയാണ് 6a² കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണക്കിലേക്ക് നോക്കാം അല്ലേ. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 15, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 50 ആണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 25. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് നോക്കാം അല്ലേ. ഒരു മിഠായിയുടെ വാങ്ങിയ വില 1/5 രൂപയാണ്. ഒരു മിഠായിയുടെ വാങ്ങിയ വില എത്രയാണ്? 1/5, 1/5 രൂപ. വിറ്റ വില എത്രയാണ്? 1/4 രൂപ. 1/4 രൂപയ്ക്കാണ് വിറ്റ വില. അപ്പോൾ ലാഭം എത്രയാണ് വരുന്നത്? ലാഭം എങ്ങനെയാണ് കാണുന്നത്? വാങ്ങിയ വില, വിറ്റ വില മൈനസ് വാങ്ങിയ വില അല്ലെ. അപ്പോൾ 1/4 മൈനസ് 1/5 ഈസ് ഈക്വൽ ടു 1/20. 1/20. അപ്പോൾ ലാഭ ശതമാനം എങ്ങനെയാണ് കാണുന്നത്? ലാഭം ബൈ ഏതാണ് കാണേണ്ടത്? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ലാഭ ശതമാനം കാണാം. ലാഭം എത്രയാണ്? 1/20 ഭാഗം 1/5 ഇൻറ്റു 100. അപ്പോൾ എത്രയാണ് വരുന്നത്? 1/20 ഇൻറ്റു 5 ഇൻറ്റു 100 എത്രയാണ് വരുന്നത്? 25. അങ്ങനെയാണ് 25. ലാഭ ശതമാനം എത്രയാണ് കിട്ടിയത്? 25. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മിഠായിയുടെ വാങ്ങിയ വില 1/5 രൂപ, വിറ്റ വില 1/4 രൂപ. അപ്പോൾ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ലാഭം കിട്ടും. ആ ലാഭത്തിന് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ലാഭ ശതമാനം ലഭിക്കും. അങ്ങനെയാണ്. എത്രയാണ്? 25. അടുത്ത ക്വസ്റ്റ്യൻ. വിട്ടുപോയ സംഖ്യ ഏത്? ഇതിൻ്റെ അകത്ത് ഒരു സംഖ്യ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന്റെ വിട്ടുപോയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം ഈ സംഖ്യ. 7 ബ്രാക്കറ്റിൽ 256, ബ്രാക്കറ്റിന് പുറത്ത് 9 ആദ്യത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 5 ബ്രാക്കറ്റിൽ 169, പുറത്ത് 8. 10 ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്, പുറത്ത് 7. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്ന സംഖ്യ ഏതാണെന്നാണ് വിട്ടുപോയിട്ടുള്ളത്. ആ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ കീ നോക്കാം. ഓപ്ഷൻ എ 225, ഓപ്ഷൻ ബി 196, ഓപ്ഷൻ സി 289, ഓപ്ഷൻ ഡി 149. അപ്പോൾ 289 ആണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാ കിട്ടിയെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള രണ്ട് സംഖ്യകളുണ്ട്. ആദ്യത്തെ സംഖ്യ ഏതാണ്? 7 ബ്രാക്കറ്റ് 256, ബ്രാക്കറ്റിന് പുറത്ത് 9. അപ്പോൾ ആ ബ്രാക്കറ്റിന് പുറത്തുള്ള രണ്ട് സംഖ്യകൾ ഏതാണ്? 7ഉം
9 ആണ് അല്ലേ? അപ്പോൾ 9 + 7 = 16. ആ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ 16ന്റെ സ്ക്വയർ എത്രയാണ്? 256. അപ്പോൾ ആ സംഖ്യയാണ് ആദ്യത്തേല് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ സംഖ്യ എടുത്താൽ 5 + 8 = 13. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. ആ സംഖ്യയാണ് രണ്ടാമത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10 + 7 = 17. അപ്പോൾ 17ന്റെ സ്ക്വയർ എത്രയാണ്? 289. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 289 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ജോലി എ 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും കൂടി അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു ജോലി എ 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും കൂടി അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 5. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 6. 6 എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. എ ഒരു ദിവസം 1/15 15 ദിവസം കൊണ്ട് 1/15 ഭാഗം ജോലി ചെയ്യും. ബി ഒരു ദിവസം 1/10 ഭാഗം ജോലി ചെയ്യും. അപ്പൊ രണ്ടുപേരും കൂടി ഒരു ദിവസം ആ ജോലി എത്ര ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി എന്നാ ചെയ്യണ്ടേ? അപ്പോൾ എയുടെ ഒരു ജോലി ഭാഗവും ബിയുടെ ഒരു ദിവസത്തെ ഭാഗം കൂടെ കൂട്ടണം അല്ലെ? 1/15 + 1/10 = 2 + 3/30 = 2 + 3 5 5/30 = 1/6 ഭാഗം. അപ്പോൾ മുഴുവൻ ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം വേണം അല്ലെ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എ ഒരു ദിവസം ഒരു ഭാഗം ജോലി ചെയ്യാനും ബി ഒരു ഭാഗത്തെ ജോലി ചെയ്യാനും വേണ്ട സമയം രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടുക. കൂട്ടി കിട്ടുന്ന സംഖ്യ ഒരു ദിവസം എത്രയാണ് വേണ്ടത്? 5/30. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/6 ഭാഗം കിട്ടും അല്ലെ? അപ്പോൾ മുഴുവൻ ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. ഏതാണത്? ഈ 4 ഓപ്ഷന്റെ അകത്ത് ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ നീന്തുക, ഓപ്ഷൻ ബി ശ്വസിക്കുക, ഓപ്ഷൻ സി നടക്കുക, ഓപ്ഷൻ ഡി നൃത്തം ചെയ്യുക. ഇതിൻ്റെ അകത്ത് ശ്വസിക്കുക എന്ന കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവിക പ്രക്രിയയാണ് ഈ ശ്വസിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 20% എന്നത് 40ന്റെ 30%. സംഖ്യ ഏത്? അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഒരു സംഖ്യയുടെ 20% എന്നത് ആ സംഖ്യ നമുക്ക് എ എന്ന് എടുക്കാം അല്ലെ? എയുടെ a × 20 ഭാഗം 20% എന്ന് പറഞ്ഞാൽ 20/100. അപ്പോൾ a × 20/100 = 40ന്റെ 30%. 40 × 30% എന്ന് പറഞ്ഞാൽ 30/100. അപ്പോൾ ഒരു സംഖ്യ എന്നുള്ളത് a ആയിട്ട് നമ്മൾ എടുത്തു. ആ എയുടെ 20% എന്ന് പറഞ്ഞാൽ 20/100. 40ന്റെ 30%. 40ന്റെ 30% എന്ന് പറഞ്ഞാൽ 40 × 30/100. അപ്പോൾ 20 ÷ 100 = 40 × 30 1200. 1200/100. അപ്പോൾ 20/100 1200നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 0 വെട്ടിപ്പോയി. അപ്പോൾ 12. അപ്പോൾ 20 ÷ 100 = 12. അപ്പോൾ 20 ഇങ്ങ് എടുക്കുമ്പോൾ ആ 100നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 1200. അപ്പോൾ എയുടെ വില കാണാൻ എന്നാ ചെയ്യണം? 1200/20 = 60. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 60. അടുത്ത ക്വസ്റ്റ്യൻ. 30 ജീവനക്കാരുടെ ശരാശരി ശമ്പളം 4000 രൂപ. ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി ശമ്പളം 4300 രൂപയായാൽ പുതുതായി ചേർന്നയാളുടെ ശമ്പളം എത്ര?
30 ജീവനക്കാരുടെ ശരാശരി ശമ്പളം 4000 രൂപയാണ്. ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി ശമ്പളം 4300 രൂപയായാൽ പുതുതായി ചേർന്നയാളുടെ ശമ്പളം എത്ര? അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആദ്യം നമുക്ക് 30 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണെന്ന് നോക്കാം അല്ലെ. 30 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണ്? 4000നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 1,20,000. അപ്പോൾ 30 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണ്? 4000 × 30 = 1,20,000. അപ്പോൾ 31ാമത്തെ ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി ശമ്പളം എത്രയായി? 4300 ആയി അല്ലേ. അപ്പോൾ 31 ജീവനക്കാരുടെ ആകെ ശമ്പളം എത്രയാണ്? 4000 × 31 എത്രയാണ്? 1,33,300 രൂപയായി. അപ്പോൾ പുതിയ ജീവനക്കാരന്റെ ശമ്പളം കിട്ടാൻ എന്നാ ചെയ്യണം? 30 ജീവനക്കാരുടെ ആകെ ശമ്പളത്തിൽ നിന്ന് 31 ജീവനക്കാരുടെ ആകെ ശമ്പളത്തിൽ നിന്ന് 30 ജീവനക്കാരുടെ ശമ്പളം കുറച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ്? 1,33,300 മൈനസ് 1,20,000 എത്രയാണ്? 13,300. എത്രയാണ്? 13,300. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്. കമ്പനിയിൽ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്? ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്. കമ്പനിയിൽ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആകെ ജീവനക്കാർ എത്രയാണ്? 80/25 × 100. 80/25 × 100. 80 സ്ത്രീകളുണ്ട്. അതിൻ്റെ അകത്ത് 25% 80 സ്ത്രീകളിൽ 25% സ്ത്രീകളാണ്. അപ്പോൾ 80/25 × 100 എത്രയാണ്? 320. അപ്പോൾ ആകെ ജീവനക്കാരുടെ എണ്ണം കിട്ടിയല്ലേ? 320. ഇനിയിപ്പോൾ നമുക്ക് പുരുഷ ജീവനക്കാരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ത്രീകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ. എത്രയാണ്? 80 സ്ത്രീകളുണ്ട്. അപ്പോൾ 320ൽ നിന്ന് 80 പേരെ കുറച്ചാൽ മതി. 320 - 80 240. അപ്പോൾ 240 പുരുഷന്മാരുണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാള് 48,500 രൂപയ്ക്ക് വാങ്ങിയത് 42,680 രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ നഷ്ടശതമാനം എത്ര? ഒരാള് ഒരു സാധനം 48,500 രൂപയ്ക്ക് വാങ്ങി. അത് 42,680 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ അത് നഷ്ടത്തിലാണ് വിറ്റത് അല്ലേ. അതിന്റെ നഷ്ടശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നഷ്ടം നോക്കാം എത്രയാണ്. 48,500 രൂപയ്ക്ക് വാങ്ങിയ വില 48,500, വിറ്റ വില എത്രയാണ്? 42,680. അപ്പോൾ അതിന്റെ അത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 5,820 അല്ലേ. 5,820 രൂപയാണ് നഷ്ടം. ആ നഷ്ടത്തിനാണ് വിറ്റത്. അത് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 5,820 ഭാഗം 48,500 × 100. അതായത് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100. അപ്പോൾ എത്ര കിട്ടും? 12%. അതാണ് നഷ്ടശതമാനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.